നമസ്കാരം. അസ്സലാമു അലൈക്കും. 100% കേടായിട്ടുള്ള കിഡ്നികൾ, അതുപോലെ പ്രമേഹം കൊണ്ട് മുറി വന്നവർ, അതുപോലെ തന്നെ ഞാനാണ് ഈ പച്ചമരുന്നിൽ ആദ്യം ഇറങ്ങിയില്ല. അവിടേക്കൊന്നും തലകുത്തി മറിഞ്ഞ് വെത്താൻ ഇവിടെ നിങ്ങൾ ഈ കാണുന്ന ഒറ്റമൂലിക്കാർക്കും മറ്റുള്ളവർക്കൊന്നും സാധിക്കില്ല. മനസ്സിലായില്ലേ? ഞാനാണ് അത് ആദ്യം വരുന്നത്. ക്യാൻസർ മാറ്റി കൊടുത്ത് നിരവധി ആളുകൾക്കാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ആ ക്യാൻസർ മാറ്റിയിട്ട് അന്ന് ഞാൻ RCC നിന്ന് മരിച്ചു കൊടുന്ന ആളുകളെ മറ്റന്നാൾ മരിക്കുമെന്ന് പറഞ്ഞ് കൊടുക്കുന്നവർക്ക് ചികിത്സ കൊടുത്തവരൊക്കെ ഇന്ന് സുഖമായിട്ട് ജീവിച്ചിരിക്കുന്നുണ്ട്. അവരിപ്പോൾ എൻ്റെ മേലെ പോയിട്ട് കള്ളപ്പരാതികൾ പോലീസിൽ കൊടുത്തിരിക്കുക. പക്ഷേ ഇവിടെ എന്താ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പല ചീഫ് സെക്രട്ടറിമാരും ഡയറക്ടർമാരും എൻ്റെ ചികിത്സയിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവരെ സർട്ടിഫിക്കറ്റ് അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ പറയുന്ന ആളുകൾക്ക് ഒരുവിധമൊക്കെ അറിയാം. മനസ്സിലായില്ലേ? അപ്പോൾ എൻ്റെ പേരിൽ നുണ പ്രചരിപ്പിക്കുകയാണ് ഇവർ മൊത്തം ചെയ്യുന്നത്. അതേറ്റവും നഷ്ടം നിങ്ങൾക്കൊക്കെ തന്നെയാണ്. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മാധ്യമ പത്രക്കാർ വന്നിട്ട് അവരെ മുന്നിൽ കിട്ടിയ തെളിവുകളൊക്കെ അവർ മോശമാക്കി കളഞ്ഞു. എന്നിട്ട് ഞാൻ ശരിക്കുള്ളത് പറഞ്ഞില്ല എന്നവരെ കുറ്റം. എടാ നായക്കളെ, നിങ്ങൾക്കൊക്കെ ഈ മാധ്യമ പത്രത്തിൻ്റെ ഊമ്പന്മാരോട് പറയാം, നായക്കളെ നിങ്ങൾക്കൊക്കെ പോയി തൂങ്ങിച്ചത്തൂടെ. ഇവിടെ സത്യസന്ധത ഇല്ല എന്ന് മാത്രമല്ല, ഓരോരുത്തർ കൊണ്ടുവന്ന ഓൻ്റെ മൂലത്തിൻ്റെ വണ്ണം നോക്കണം മാധ്യമ പ്രവർത്തകർ. നിങ്ങൾ എന്തും എൻ്റെ പൂറ പള്ളിക്ക് കയറി ചെയ്യണം. എന്താ പള്ളി? ജനങ്ങളെ പറ്റിക്കല്ലേ ചെയ്യുന്നത്? മൊത്തത്തിൽ ജനങ്ങളെ കൊള്ളയടിക്കല്ലേ? ചികിത്സ ഇൻഷുറൻസ്, ഈ മാധ്യമ പത്രം, ഇതൊക്കെ പൊളിച്ച് കളയണ്ടേ? ഈ ചന്ദ്രിക പത്രം പൊളിച്ച് കളയണ്ടേ? ജനങ്ങളുടെ കാര്യങ്ങൾ ഇറങ്ങാൻ പറ്റിയില്ല. മനസ്സിലായില്ലേ? ജനങ്ങൾ ഇതൊന്നുമല്ല. വോട്ടിൽ കള്ളവോട്ട് ചെയ്തിട്ട് നിങ്ങൾ ആളായിട്ട് വലിയ കാര്യമൊന്നും അതിലില്ല. CPM ചെയ്യുന്നതായിട്ട് നിരവധി കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ധർമ്മടത്ത് മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കും. അതുപോലെ തന്നെ ശൈലജ് ടീച്ചറുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കും. കണ്ണൂർ ജില്ലയിൽ നിന്ന് വന്നുള്ള മുഴുവൻ MLA-മാരുടെയും MP-മാരുടെയും തെരഞ്ഞെടുപ്പ് റദ്ദാക്കും. എന്താ കാരണം? ഇവർ തട്ടിപ്പ് കള്ളവോട്ടിലാണ് ഇവർ വരുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് ഗൗരവമേറിയുള്ള പ്രശ്നമാണത്. അത് പരിഹരിച്ചിട്ട് മതി അടുത്തതിലേക്ക്. നമ്മളെന്തായാലും അവരുടെ നാട്ടിൽ പോയിട്ട് ഈ വോട്ട് ചെയ്യാനോ അതെടുക്കാനോ നിൽക്കുന്നില്ല. കാരണം അത്രയും പേര് മോശമാണ്, വളരെ മോശമാണ്.